ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിന് സന്തോഷം എന്ന ചാനൽ ഇന്ന് മനോഹരമായൊരു ദൃശ്യ വിരുന്നൊരുക്കുകയാണ്. ഈ വിരുന്നിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂരുമല എന്നുള്ള മനോഹരമായ ദൃശ്യഭംഗി ആസ്വദിക്കുവാനാണ്. കൂരുമലയിലേക്ക് മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിൽ കോട്ടയം റൂട്ടിൽ സഞ്ചരിച്ച് കൂത്താട്ടുകുളവും കഴിഞ്ഞ് വലത്തേക്ക് തിരിഞ്ഞ് വൈക്കം റൂട്ടിൽ നമ്മൾ ഇലഞ്ഞിയിൽ എത്തിച്ചേരും. ഇലഞ്ഞിയിലെത്തിയാൽ ഈ കാണുന്ന വലിയൊരു മലയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാം. അവിടെ ഒരു പ്രധാനമായും ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളാണ് അതിൻ്റെ നടത്തിപ്പ്. തന്നെയുമല്ല, ഈ മല ഏറ്റവും വലിയ ഒരു കുന്നിൻ പ്രദേശമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നതും. ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ഫീസ് 10 രൂപയാണ്. ഞാനും ഭാര്യയും അങ്ങനെ ഈ മല കയറാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തു വരുന്ന എന്നെയും കാത്ത് ഭാര്യ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ വലിയ തിരക്കില്ലാത്തൊരു ദിവസമായതിനാൽ പതുക്കെ മല കയറുവാൻ തീരുമാനിച്ചു. പാറപ്പുറത്തു കൂടി കയറി ബുദ്ധിമുട്ട് ഉള്ളവർക്ക് കയറിപ്പോകാൻ മറ്റ് വഴികളും സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇവിടെ വഴി നീളെ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവിൽ ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതികൾ അതാണല്ലോ. എവിടെയാണോ ഉയർന്ന പ്രദേശം അവിടെ അമ്പലങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥിതികളുമൊക്കെ ഉണ്ട്. അതെന്തുമാകട്ടെ, നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ മല കയറി പോകുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കൂരുമലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. മെല്ലെ മെല്ലെ പാറയെ ചവിട്ടി കയറി നമ്മൾ കൂരുമലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു മല കയറി വരുന്നവർക്കായി വിശ്രമിക്കാൻ ഒരു പ്രത്യേക ഇടം സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ നടത്തിപ്പുകാർ. അതിനാൽ വല്ലാത്തൊരു ആശ്വാസവും തോന്നി. ഈ കാണുന്ന വാച്ചിങ് ടവറാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗി നൽകുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാണുന്ന വിശ്രമ സ്ഥലവും ഈ വാച്ചിങ് ടവറുമാണ് ഈ കൂരുമലയിൽ പ്രധാനമായും നമുക്ക് കാണാനുള്ളത്. തന്നെയുമല്ല, അവിടെ നിന്നാണ് നമുക്ക് ഈ പ്രകൃതിയെ നമുക്കൊന്ന് ആസ്വദിക്കുവാൻ കഴിയുക. അങ്ങനെ ഭാര്യ ആദ്യമേ തന്നെ അതിൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഞാൻ അപ്പോൾ താഴെ നിന്നുള്ള പ്രകൃതി ഒന്ന് ആസ്വദിക്കുകയാണ്. ഭാര്യ മെല്ലെ മെല്ലെ നടന്ന് വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് എത്തി. അവിടെ നിന്ന് അദ്ദേഹം കൈ കാണിക്കുകയാണ്. ആകാശത്ത് നിൽക്കുന്ന പ്രതീതിയാണ് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത്രമാത്രം ഉന്നതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഞാൻ ഇതെല്ലാം മനോഹരമായ വീഡിയോയിൽ പകർത്തുകയാണ്. ആകാശത്തോളം മുട്ടി നിൽക്കുന്ന വാച്ച് ടവർ. ആ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് ഞാനും മെല്ലെ കയറുവാൻ തീരുമാനിച്ചു. സഞ്ചാരികൾ വളരെ കുറച്ചാണ് ഉള്ളതെങ്കിലും വരുന്നവർ വളരെ നടന്നു കയറി വിശ്രമിച്ച് കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ്. ഞാനും അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് മെല്ലെ നടന്നു കയറി. നല്ല കാറ്റാണ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശം നമ്മളോട് തലോടുന്നത് പോലെ ഉള്ള ഭീതിയാണ് അനുഭവപ്പെടുന്നത്. എത്രമാത്രം ഇതിനെക്കുറിച്ച് വർണ്ണിക്കാമോ അത്രമാത്രം വാക്കുകൾ കിട്ടാതെ വരുന്നു എന്നുള്ളൊരു ക്ഷാമം മാത്രമേ ഉള്ളൂ. എത്ര പറഞ്ഞാലും മതി വരാത്ത ദൃശ്യഭംഗി. നമ്മൾ ആകാശത്തോളം മുട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. വിമാനത്തിൽ കയറിയാൽ മേഘങ്ങളെ മാത്രമാണ് കാണാനുള്ളൂ. പക്ഷെ വിമാനം ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കും. കാറ്റിൻ്റെ ശക്തി എന്താണെന്ന് കാണിക്കുവാനാണ് നമ്മുടെ ഭാര്യ അങ്ങനെ തൻ്റെ ഷാളൊക്കെ പറപ്പിച്ച് കാണിക്കുന്നത്. നമ്മൾ കയറിപ്പോകുന്ന വഴികളിലേക്കൊന്ന് തിരികെ നോക്കിയപ്പോൾ അരഞ്ഞാണം പോലെ അത് അങ്ങ് ദൃശ്യ ദൂരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത്തരം ടൂറിസം പ്ലേസുകൾ കണ്ടെത്തി ഇതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ പഞ്ചായത്തുകൾ ആ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ അഭിനന്ദനീയമാണ്. ഞാനങ്ങനെ ഓരോ സൈഡിൽ നിന്നുമുള്ള ഓരോ വ്യൂ പകർത്തുകയാണ്. ആകാശവും മേഘങ്ങളും തിങ്ങി നിറഞ്ഞ പച്ചപ്പിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന ആ ദൃശ്യഭംഗി എൻ്റെ കൊച്ചു ക്യാമറയിൽ ഉൾക്കൊള്ളുമോ എന്ന് പോലും ആകാംക്ഷയോടെ ഞാനിങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. എത്ര പകർത്തിയാലും മതി വരാത്ത ദൃശ്യഭംഗി. മറ്റൊന്ന്, വെയിലിൻ്റെ ഒരു പോക്കാണ്. നല്ല മഴക്കാലമാണ് എങ്കിലും ഞാൻ ചെല്ലുന്നിടത്തൊക്കെ മഴകൾ മാറി നിൽക്കുകയാണ്.
എന്തായാലും വളരെ നല്ലൊരു ദിവസവും നല്ല കാഴ്ചയുമാണ് ഇന്ന് എനിക്ക് ലഭിച്ചത്. അതിൻ്റെ മേളറ്റം ചുറ്റും ഗ്രില്ലിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ പേടിക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ചിലർക്ക് തല കറങ്ങുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങ് വിദൂരതയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടുകയും ചെയ്യും. ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ചുറ്റുവട്ട കാഴ്ചകൾ പ്രകൃതിയുടെ ദൃശ്യഭംഗി പകർത്തുകയാണ്. നിങ്ങൾക്ക് തോന്നും എന്താണ് ഇത്ര കാണുവാനുള്ളത് എന്ന്. ഇത് ഇവിടെ വന്നു നിന്നാൽ മാത്രമേ അതിൻ്റെ ആകാര ഭംഗി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം പച്ചപ്പിനെക്കുറിച്ചൊക്കെ പ്രകൃതിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ആ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ തത്സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് കണ്ടാസ്വദിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇത്തരം കാഴ്ചകളൊന്നും കാണാനും കയറാനും ആരോഗ്യമില്ലാത്തവരെ സംബന്ധിച്ചൊക്കെ ഇത് ഒരു അനുഗ്രഹമാകട്ടെ എന്നുള്ളത് കൊണ്ടതാണ് ഞാൻ യൂട്യൂബിലൂടെ ഇത്തരം വീഡിയോകൾ തത്സമയം ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് നോക്കുക, മഴമേഘങ്ങൾ അങ്ങിങ്ങായി സ്വരുക്കൂട്ടി വരുന്നുണ്ട്. പക്ഷേ അവ മഴയായി പെയ്തിട്ടില്ല. നല്ല വെയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ദൂരത്ത് കാണുന്ന കാഴ്ച. ONV പറഞ്ഞതുപോലെ ഉച്ചവെയിലെങ്ങോ വെള്ളം കുടിക്കുവാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും എന്ന ONVയുടെ വരികൾ ഓർത്തുപോയി. അങ്ങ് പോന്ന മുത്തോലപുരം പള്ളിയുടെ മിനാരമാണ് ആ കാണുന്നത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ വാച്ച് ടവറിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. എത്രമാത്രം വർണ്ണിച്ചാലും മതിവരില്ല എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിനാൽ വാച്ച് ടവറിൽ നിന്ന് ഞങ്ങൾ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി. ഇന്നത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് എന്ന് ഭാര്യയുടെ സംഭാഷണവും ഒക്കെ കേട്ട് ഞങ്ങൾ വീണ്ടും ഓരോ സ്റ്റെപ്പായി താഴെ ഇറങ്ങി. ഇതിനടുത്തായി ഒരു ചെറിയ പള്ളിമേട പോലത്തെ ഒരു കപ്പേള പോലെ ചെറിയൊരു പള്ളിയും സ്ഥാപിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് തിരികെ പോകാം എന്നുള്ള കാഴ്ചയിൽ താഴെ ഇറങ്ങി ഒരല്പനേരം ആ വിശ്രമ പീഠത്തിലൊന്നിരുന്നു. അവിടെ ഇരിക്കുന്ന കാഴ്ചകൾ, അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പ്രകൃതി കനിഞ്ഞരളിയ വലിയൊരു പ്രദേശം. ഏവർക്കും കണ്ടാസ്വദിക്കുവാൻ ഇത്തരം കൂരുമല പ്രദേശങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നാൽ കഴിയുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അങ്ങനെ വാച്ച് ടവറിൽ നിന്നും താഴെ ഇറങ്ങി മറ്റ് പള്ളിയും ഒക്കെ ഒന്ന് കണ്ട് വീണ്ടും ഒന്ന് ചുറ്റിക്കണ്ട് ആ ക്യാമറ കണ്ണുകളിലൂടെ ഒന്നുകൂടെ ആ കാഴ്ചകൾ ഞാൻ പകർത്തി തിരികെ പോരാൻ നോക്കുമ്പോഴാണ് ഒരു വാനരൻ അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് വന്നു. ഞാൻ ഇറങ്ങി പോന്നപ്പോൾ മുകളിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പുള്ളി അത് പരതി പോവുകയാണ്. പുള്ളിയുടെ സഞ്ചാരപാതയുമൊക്കെയാണ് ഇത്. അതും കണ്ട് ആസ്വദിച്ച് കൂരുമലയോട് യാത്രയും പറഞ്ഞ് മെല്ലെ ഞങ്ങൾ ഇറങ്ങി. എന്നെ കണ്ട നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് ബൈ.